റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK വീടുകളുടെ വിലയിൽ വലിയ ഇടിവുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നികുതി ഇളവ് അവസാനിച്ചതോടെ വീടുകൾ വാങ്ങാൻ മുന്നോട്ട് വരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതാണ് വിപണിയെ പ്രതികൂലമായി ബാധിച്ചതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. UK ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റി ആയിട്ടുള്ള നേഷൻ വൈഡിന്റെ കണക്കനുസരിച്ച് ജൂണിൽ ഒരു വീടിന്റെ ശരാശരി വില 0.8% കുറഞ്ഞ് 2,71,619 പൗണ്ടായി. 2023 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് ഇതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രോപ്പർട്ടി പോർട്ടലായിട്ടുള്ള റേറ്റ് മൂവ് പ്രതിമാസ വിലയിടിവും 0.3% റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട് വാങ്ങുന്നവരെ കണ്ടെത്തുവാൻ വിൽപ്പനക്കാർ ഒരു ദശകത്തിനിടെ ഏറ്റവും കുറഞ്ഞ മത്സരം നേരിട്ടതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 4 തീയതി നടന്ന വോട്ടെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി സർക്കാർ നയ തീരുമാനങ്ങളുടെ പേരിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അധികാരമേറ്റപ്പോൾ ഭരണപക്ഷത്തിന്റെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായിരുന്ന കെ സ്റ്റാർമന് അടിതെറ്റുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇടതുപക്ഷ തൊഴിലാളി ആഭിമുഖ്യ പാർട്ടിയായി അറിയപ്പെടുന്ന ലേബർ പാർട്ടിയുടെ പുതിയ പല നയങ്ങളും തീരുമാനങ്ങളും അടിസ്ഥാന വർഗത്തിന്റെ താൽപര്യങ്ങൾക്കെതിരാണെന്ന വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്നുവരുന്നത്. ഏറ്റവും പുതുതായി ക്ഷേമ പദ്ധതികളിൽ 5 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിമതരുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി പല തീരുമാനങ്ങളിൽ നിന്നും മലക്കം മറയേണ്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രി. വൻ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ ലേബർ പാർട്ടി സർക്കാരിന്റെ പല നടപടികളും കടുത്ത തൊഴിലാളി വിരുദ്ധ മനോഭാവത്തിലാണെന്ന വിമർശനം ശക്തമാണ്. അടുത്ത വർഷം ചാൾസ് രാജാവിന് ഔദ്യോഗിക വാർഷിക വരുമാനം 132 മില്യൺ പൗണ്ടായി ഉയരും. ഓഫ് ഷോർ വിൻഡ് മേഖലയിലുണ്ടായ വളർച്ചയ്ക്ക് പിന്നാലെ ചാൾസ് രാജാവിന്റെ ഭൂമിയുടെയും സ്വത്തിന്റെയും പോർട്ട്ഫോളിയോ 1 ബില്യൺ പൗണ്ടിലധികം ലാഭം നേടിയിരിക്കുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള കടൽ തീരത്തിന്റെ നിയമപരമായ ഉടമ എന്ന നിലയിൽ പുനരുപയോഗ ഊർജ്ജ ഡെവലപ്പർമാർക്ക് അവകാശങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയാണ് ക്രൗൺ എസ്റ്റേറ്റ് ലാഭം നേടുന്നത്. ഈ വർഷം ലാഭം 1.1 ബില്യൺ പൗണ്ടായി സ്ഥിരമായി തുടരുന്നുണ്ട്. 2 വർഷം മുമ്പ് ഇത് 442.6 മില്യൺ പൗണ്ടായിരുന്നു. അതിനേക്കാൾ ഇരട്ടിയിലധികം വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ക്വാഡ് രാജ്യങ്ങൾ. വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെക്കുറിച്ച് അപലപിച്ചത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെയും കൃത്യത്തിന് ധനസഹായം നൽകിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ക്വാഡ് യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് പുറമെ US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ക്വാഡ് ഉള്ളത്. അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാമെന്ന് ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് ക്വാഡ് യോഗത്തിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. 8 ദിവസം നീളുന്ന പര്യടനത്തിൽ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രതിരോധം, അപൂർവ മൂലകങ്ങൾ, ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരിക്കുകയാണ് ലക്ഷ്യം. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കുവാൻ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലിഥിയം ഉൾപ്പെടെയുള്ള അപൂർവ മൂലകങ്ങൾ ഏറെയുള്ള അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിക്കുവാൻ ഇന്ത്യക്ക് താൽപര്യമുണ്ട്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശി വിസ്മയ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺ കുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. കിരൺ കുമാറിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കാണിച്ച് കിരൺകുമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് കിരണിന് ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കുവാനോ അഭിമുഖം നൽകുവാനോ പാടില്ല തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജാമ്യം. ഇനി കായിക വാർത്തകൾ. ബാറ്റർമാരുടെ ICC 2020 റാങ്കിങ്ങിൽ ഇന്ത്യ വനിതാ ടീംസ് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധാന 3ാം സ്ഥാനത്ത്. ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ സെഞ്ചുറി പ്രകടനമാണ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കുവാൻ സ്മൃതിയെ സഹായിച്ചത്. ഓസ്ട്രേലിയൻ താരം ബെത്ത് മൂണിയാണ് 1ാമത്. വെസ്റ്റ് ഇൻഡീസിന്റെ ഹെയ്ലി മാത്യൂസ് 2ാമതും. ആധിപത്യത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളില്ല. ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിലും നിലവിൽ 1ാം സ്ഥാനത്താണ് സ്മൃതി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.74 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.